മുണ്ടക്കൈ ചൂരൽമലയിലെ പുനരധിവാസം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുകയാണ്. വയനാട് ദുരന്തത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുകയും ചെയ്തു. കേന്ദ്രം വയനാടിന് പണം നൽകില്ലെന്ന് ധാർഷ്ട്യം കാണിക്കുമ്പോൾ ഇവിടെ കാണുന്നത് സർക്കാർ ഇല്ലായ്മയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. ദുരന്തമുണ്ടായി 4.5 മാസം കഴിഞ്ഞിട്ടും പുനരധിവാസത്തിനുള്ള സ്ഥലം പോലും കണ്ടുപിടിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ലെന്ന് വി.ഡി. സതീശൻ പരോക്ഷമായി വിമർശിച്ചു. സർക്കാർ തയ്യാറാക്കിയ ദുരിതബാധിതരുടെ പട്ടിക പോലും അബദ്ധമാണ്. വളരെ ചുരുക്കം ആളുകളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പട്ടികയിൽ പോലും 100 പേരുടെ പേരുകൾ ഇരട്ടിപ്പാണ്. LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഏൽപ്പിച്ചാൽ അവർ പോലും ഇതിലും നന്നായി ഈ പട്ടിക തയ്യാറാക്കി നൽകുമായിരുന്നു. ഒട്ടും സൂക്ഷ്മതയില്ലാതെയാണ് സർക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. 4 മന്ത്രിമാർക്കായിരുന്നു വയനാടിന്റെ ചുമതല. പ്രധാനമന്ത്രി വന്നുപോയതിനു ശേഷം ഇതിൽ ഒരാൾ പോലും വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഈ 4 മന്ത്രിമാരും ഒരുമിച്ച് വയനാട്ടിൽ പോയിട്ട് പോലുമില്ല. ഇക്കാര്യത്തിൽ സർക്കാരിന് ആരംഭശൂരിത്വം മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നും തെളിയിക്കുന്ന പ്രവർത്തനങ്ങളാണ് അതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വയനാട് പുനരധിവാസത്തിൽ അടിയന്തരമായ ഇടപെടലുകൾ സർക്കാർ നടത്തണം. മൈക്രോ ഫാമിലി പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. കാലതാമസമുണ്ടായത് ദൗർഭാഗ്യകരമാണെന്നും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സമീപനം ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ CPIM പൊളിറ്റിക് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ പരാമർശത്തിനെതിരെ വി.ഡി. സതീശൻ വിമർശനം ഉന്നയിച്ചു. CPIM കഴിഞ്ഞ കുറച്ചു നാളുകളായി സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും M. വിജയരാഘവന്റെ പരാമർശം അതിന്റെ തെളിവാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. തീവ്രവാദികളുടെ വോട്ടുകൾ നേടാനാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചതെന്ന പരാമർശം വിജയരാഘവന്റെ വായിൽ നിന്നല്ലാതെ വരുമോ എന്നും സതീശൻ ചോദിക്കുകയുണ്ടായി.